ആംഗ്ലയത്തിലൊരു 4 വരി എന്നെ ഇന്ന് കാലത്ത് വളരെ വല്ലാതെ ചിന്തിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്ത 4 വരികളുണ്ട്. സക്സസ് ആൻഡ് ഗുഡ് ടൈംസ് will introduce the world to you. Failures, bad luck and bad times will introduce the world to you. എനിക്ക് മുമ്പ് മോഹൻലാൽ ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം തന്നെ മോഹൻലാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാഗ്ദാനം തരുമെന്ന് ഞാൻ മോഹിച്ചുപോയി. പക്ഷെ അത് അതിമോഹമാണ് മോനെ എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത്. ഞങ്ങൾ ഇപ്പോഴും മോഹിക്കുന്നു. ശ്രീ മോഹൻലാലിന്റെയും ഒരുപക്ഷെ 6 മാസം മുമ്പ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തി ജയിപ്പിച്ചെടുത്ത ഒരു സംഘം ഇവിടെ നിന്ന് ഒരു വെറും വാക്ക് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ ഒരുപക്ഷെ ഒരു ലോകത്തെ പുതുതായി നമ്മുടെ വീഴ്ചയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നെങ്കിൽ ആ ലോകത്തോട് മറുപടി പറയാനുള്ള ഒത്തുചേരലായി നിങ്ങൾ എല്ലാവരും തിരിച്ച് ഇവിടെ വന്ന് ഈ സംഘത്തെ നയിക്കണം എന്നത് ഒരു അപേക്ഷയല്ല, ഒരാജ്ഞയായിട്ട് തന്നെ എടുക്കണമെന്ന് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇതൊരാജ്ഞയാണ്. ഞാൻ നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ അവിടെ പ്രസംഗിച്ചത് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്, ഇനി ആരെങ്കിലും ഇത് നോക്കിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവന്മാരെ കുത്തിന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇതിന്റെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, കാരണം അതിനുള്ള രംഗം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പുതുതായി ആരെങ്കിലുമൊക്കെ വേണോ? ലാലിപ്പ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരും കൂടി വന്നോട്ടെ. പക്ഷേ ഇതിന് തഴക്കവും പഴക്കവും ചെന്ന് ലോകത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ വിരുമാറ് കാട്ടി വിറപ്പിച്ച് നിർത്താൻ കഴിയുന്ന കുറച്ച് ആൾക്കാരും കൂടി ഇതിന്റെ മുൻനിരയിൽ ഉണ്ടാവണം. കുട്ടികളൊക്കെ അത് കണ്ട് പഠിക്കട്ടെ, അവർ പിന്നീട് ഈ സ്ഥാനം ഏറ്റെടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ. ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ്, നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല. ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ്.